പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന US-ഇറാൻ സംഘർഷത്തിനിടെ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള ഇർബിലിൽ വൻ സ്ഫോടന പരമ്പരകൾ. ഇർബിലിലെ US കോൺസുലേറ്റിന് സമീപവും പ്രമുഖ വാതകപ്പാടമായ ഖോർമോറിന് നേരെയും കനത്ത ഡ്രോൺ ആക്രമണം നടന്നതായി ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇർബിലിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിന് സമീപം 7 തവണയോളം ശക്തമായ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. 4 ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ ഗലിഫാൻ, സോറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാഖ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് സമീപവും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇറാനെതിരായ വ്യോമാക്രമണങ്ങളിൽ US അയവ് വരുത്തിയതോടെ തങ്ങളും ഇത്തരത്തിൽ പ്രത്യാക്രമണങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവ് അമീർ അക്രാമിനിയ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാഖിൽ വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യുദ്ധാനന്തര സമുദ്ര കരാറുകൾ ലംഘിച്ച് അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലൂടെ അനധികൃതമായി പുതിയ കപ്പൽ ഗതാഗത പാത തുറന്നതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി ആരോപിച്ചു. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിച്ച ചില കപ്പലുകൾ ഇറാൻ മടക്കി അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഏതെങ്കിലും കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാൽ ഇറാന്റെ പ്രധാന പാലങ്ങളും തലസ്ഥാനമായ ടെഹ്റാനിലെ പവർ പ്ലാന്റുകളും ബോംബിട്ട് തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ സാഗ്രോസ് പർവ്വതനിരകളിൽ ഭൂമിക്കടിയിലുള്ള ഇറാന്റെ പിക്കാസ്ക് മൗണ്ടൻ ആണവ കേന്ദ്രവും ആക്രമിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 8-നും 22-നും ഇടയിൽ 11 അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും 17 ഡ്രോണുകളും തങ്ങളുടെ സൈന്യം തകർത്തതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുകയും ചെയ്തു. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ബദൽ പാത നിർദ്ദേശങ്ങൾ ഇറാൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. വിഷയത്തിൽ തുടർ ചർച്ചയ്ക്കായി 3 പ്രധാന നിബന്ധനകളും ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണെന്ന് സ്ഥിരീകരിക്കുന്ന വിഷയമായിരിക്കണം ആദ്യ ചർച്ചയാകേണ്ടതെന്ന് അൽ അറബിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരവിപ്പിച്ച ഇറാന്റെ വിദേശ ഫണ്ടുകൾ വിട്ടു നൽകുകയും ആണവ വിഷയവും അതിനുശേഷമേ ചർച്ച ചെയ്യൂ എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനീവ, ദോഹ, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിൽ വെച്ച് ചർച്ച തുടരാൻ തയ്യാറാണെന്ന് ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത പാത പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിൽ നടക്കുന്ന 2 ദിവസത്തെ ചർച്ചകളിൽ പുരോഗതിയുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ US ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ചർച്ചകൾ പോസിറ്റീവ് ദിശയിലാണെങ്കിലും കൂടുതൽ ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ ആവശ്യമായി വരുമെന്ന് മേഖലയിലെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. ഇറാൻ നിർദ്ദേശിത സുരക്ഷിത പാത മാറ്റിവെച്ച് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പൽ നാവികമൈനിൽ തട്ടി തകർന്നു. ഹോർമൂസ് കടലിടുക്ക് ഇനി യുദ്ധത്തിലേക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ലെന്ന് ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു.